എന്റെ പൊന്നുമക്കളെ, പാൻ മസാലയെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യത്തിൽ അഭിനയിച്ചതിന് ഷാരൂഖ് ഖാൻ, അജയ് ദേവ്ഗൺ, ടൈഗർ ഷറഫ് എന്നിവർക്ക് നോട്ടീസ്. മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് നോട്ടീസ് നൽകിയത്. നിനക്ക് ഞാനൊരു ഉമ്മൻ ചരട്ട കള്ള. വിമൽ ഏലാഞ്ചിയുടെ പരസ്യത്തിൽ അഭിനയിച്ചതിനാണ് നടപടി. മഹാരാഷ്ട്രയിൽ പാൻ മസാലയുടെ ഉൽപാദനം, വിതരണം എന്നിവ നിരോധിച്ചിട്ടുണ്ട്. വിമൽ ഏലാഞ്ചി എന്ന് പറയുന്ന ഉൽപ്പന്നത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു എന്നതാണ് ഈ കുറ്റത്തിൽ പറയുന്നത്. വളരെ മോശമായി പോയി. പിന്നെ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. പ്രത്യേകമായും മഹാരാഷ്ട്ര ഫുഡ് സേഫ്റ്റി വിഭാഗമാണ് ഈ കേസുമായി, ഈ നടപടിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. സോറി പോടാ നായേ, നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടത്. മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കണം, ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്, ഇവിടെ താഴത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? വിമൽ എന്ന കമ്പനിയുടെ പാൻ മസാല കൂടിയുണ്ട്. ഓരോ ജന്മങ്ങളെ അതിനെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലാണ് വിമലിന്റെ ഏലാഞ്ചി, വായയ്ക്ക് സുഗന്ധമുണ്ടാക്കുന്ന രൂപത്തിലുള്ള മറ്റൊരു ഉൽപ്പന്നത്തിന്റെ പരസ്യം. അതാണല്ലോ നമുക്ക് വേണ്ടത്. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജാണ്. നിലവിൽ മഹാരാഷ്ട്ര സർക്കാരാണ് നടപടിയിൽ വന്നിട്ടുള്ളത്. ചേട്ടാ കാണിക്കുന്ന ഫുൾ മണ്ടത്തരമാണ്. ഇനി വല്ലതും ഉണ്ടോടോ നോക്കാൻ? മഹാരാഷ്ട്രയിൽ ടൊബാക്കോയുടെ, ഈ ലഹരി പാൻ മസാലയുടെ ഉൽപാദനവും വിതരണവും സംഭരണവും എല്ലാം നിരോധിച്ച സംസ്ഥാനമാണ്. പാവപ്പെട്ടവരെ ചതിക്കരുത് പ്ലീസ്. എന്നെ ചതിച്ചോ, എനിക്ക് താങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏലാഞ്ചി എന്ന ഉൽപ്പന്നത്തിന്റെ പേരിൽ അത് പാൻ മസാലയുടെ പ്രൊമോഷനാണ് ഇവർ നടത്തിയത് എന്ന് കാട്ടിക്കൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നല്ല അടിപൊളി സാധനം കിട്ടിയ വിടരുത്, 11 പേജുള്ള കാരണം കാണിക്കൽ നോട്ടീസാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അത് കയ്യിലിരിപ്പിന്റെ നടന്മാർക്ക് പാൻ മസാലയുടെ പരസ്യത്തിൽ അഭിനയിച്ചതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു മഹാരാഷ്ട്ര. ചുമ്മാതല്ല ബംഗാളികളുടെ പണമൊന്നും ബംഗാളിലേക്ക് എത്താത്തത്. എന്റെ രവീന്ദ്രനാഥ ടാഗോറേ, ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, അങ്ങനെ പോവല്ലേ.